Hi everyone, വൃന്ദാവനസിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിസിക്സിലെ 4th ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ലോറൻസ് ഫോഴ്സ് എന്നൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ മോഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു? ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എവറി കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലേ. ദെൻ നമ്മൾ പറഞ്ഞു ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസസ് എ മാഗ്നറ്റിക് ഫോഴ്സ്. ദാറ്റ് ഈസ് if we consider a conductor and a current is flowing through it, that means ആ കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന എല്ലാ ചാർജുകൾക്കും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ചാർജുകൾക്കെല്ലാം കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആയിരിക്കും ആ കണ്ടക്ടറിന് അനുഭവപ്പെടുന്ന ഫോഴ്സ്. റൈറ്റ്, അപ്പോൾ ആ ഫോഴ്സാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, ദ ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. സോ നമ്മളിവിടെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. വി ആർ കൺസിഡറിങ് എ കണ്ടക്ടർ, ഒരു സ്മോൾ കണ്ടക്ടർ, ആൻഡ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. ഓക്കെ, ഇനി ഇതിലൂടെ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ചാർജ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്നത് എന്താണ്? ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇട്ടത് കേട്ടോ. ആൻഡ് ദാറ്റ് ഈസ് ഇതിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഓരോ ഇലക്ട്രോണിനും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺസിനെല്ലാം ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ഈ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ടോട്ടൽ ചാർജ് നമുക്ക് കണ്ടുപിടിക്കണം. ഹിയർ അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? ഹിയർ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് F is equal to Q into V cross B ആണെന്ന് നമുക്കറിയാം അല്ലേ. ഞാനിതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുന്നു. ഇവിടെ Q എന്ന് പറയുന്നത് ചാർജാണ്, അതായത് നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ ചാർജ്, ആൻഡ് V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. അതിവിടെ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് അല്ലേ. ഓരോ ചാർജിനും ഉള്ള വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ആൻഡ് B എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, സോ ഞാനിവിടെ അസ്യൂം ചെയ്യാണ് ലെറ്റ് n be the number of free electrons per unit volume of the conductor. Let n be the എന്താണ് പറഞ്ഞത്? free electrons, number of free electrons per unit volume. Okay, volume of conductor. Then total number of electrons എന്തായിരിക്കും വരാ? total number of free electrons എന്തായിരിക്കും വരാ? വോളിയം ഇൻറ്റു n ആണ് അല്ലേ. ദാറ്റ് ഈസ് വോളിയം എന്ന് പറയുന്നത് എന്താ? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. A ആൻഡ് L. A L N ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വരുന്നത്. ദാറ്റ് ഈസ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്ന മൊത്തം ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് എന്ത്? ഈ ALN. ഇനി നമുക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? E ആണ്. ഇവിടെ മൊത്തം ALN ഇലക്ട്രോൺസ് ഉണ്ട്. സോ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് Q is equal to ALN E അല്ലേ. ഒരു ചാർജിൻ്റെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് E ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ചാർജ് ALN E ആണ്. സോ ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് V എന്ന് പറയുന്നത് എന്താണ്? VD ആണ് അല്ലേ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് ബിക്കെയിംസ് ഇക്വേഷൻ നമ്പർ 3. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ 2നെയും ഇക്വേഷൻ 3നെയും ഞാൻ ഈ ഇക്വേഷൻ 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ വിയുടെയും ക്യൂടെയും വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 3 in 1. ഓക്കെ, ദെൻ എന്തായിരിക്കും ഇക്വേഷൻ വരാം? FB is equal to AL
ബി. ഇതിനെ നമുക്കിനി ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് AVDEN ഇൻറ്റു L ക്രോസ് B. ഞാൻ ഇങ്ങനെയാക്കി മാറ്റിയതിന് ഇവിടെ വി ഡിയുടെ ഡയറക്ഷനിൽ എല്ലിൻ്റെ വെക്ടറാക്കി മാറ്റി. ദെൻ വെക്ടർ എൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വെക്ടർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് L ആൻഡ് ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് കറണ്ട്. ദെൻ നമുക്കറിയാം FB എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പോൾ വരിക? ADVE എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. AVDE എന്ന് പറയുന്നത് നമ്മൾ I ആണെന്ന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിക് കറണ്ടിൻ്റെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും റിലേഷൻ പറഞ്ഞപ്പോൾ. സോ ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? I into L cross B. Okay. And this is the magnetic force acting on current carrying conductor. And ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. എന്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരാം? FB is equal to BIL sin theta. Clear? The theta is the angle between magnetic field and L. Theta എന്ന് പറയുന്നത് എന്താണ്? Angle between magnetic field and L. That is, it is the angle between direction of magnetic field and direction of current. Okay. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമുക്ക് ഒരു കേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ FB എന്തായിരിക്കും വരാം? FB ഈസ് ഈക്വൽ ടു BIL sin 90. ദാറ്റ് ഈസ് BIL. അതെന്താണ്? മാക്സിമം ഫോഴ്സ് ആണ് അല്ലേ? മാക്സിമം ഫോഴ്സ്. ദാറ്റ് ഈസ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയി കണ്ടക്ടറിനെ വെക്കണം. ഹിയർ B and I ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, സോ ഇവിടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. ഓക്കെ, സോ നമ്മളിനി നെക്സ്റ്റ് അടുത്ത സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാണ്. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആൻഡ് അങ്ങനെയാണെങ്കിൽ FB എന്തായിരിക്കും വരാം? FB ഈസ് ഈക്വൽ ടു BIL sin 0. ദാറ്റ് ഈസ് 0. അതായത് ഇവിടെ എന്തായിരിക്കും? മിനിമം ഫോഴ്സ് ആണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിയും ഐയും അപ്പോൾ എങ്ങനെയാണ് വരിക? പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. ക്ലിയർ? സോ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്തിലാണ്? ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മോഷനാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ പറഞ്ഞിരുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്, റൈറ്റ്? ആൻഡ് ആ ഫോഴ്സ് കാരണം ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പാത്തിനുണ്ടാകുന്ന വേരിയേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള നമ്മുടെ വെലോസിറ്റീസ്, ഇലക്ട്രോൺ, സൈക്ലോട്രോണും ഒക്കെ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഒരു 3 സിറ്റുവേഷൻ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? ഫസ്റ്റ് സിറ്റുവേഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ അതിന് പാരലായിട്ട്, ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആൻറ്റി പാരലായിട്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറയാം? ചാർജ് എൻറ്ററിങ് ആസ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് പാരലൽ ആയിട്ടുള്ള കേസ് നോക്കാം, പിന്നെ ആൻറ്റി പാരലൽ ആയിട്ടുള്ള കേസ് നോക്കാം. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റത്തെ കേസ് നമ്മൾ നോക്കുകയാണ്. ഇഫ് ഇറ്റ് ഈസ് പാരലൽ, ദെൻ നമ്മളിപ്പോഴും അതേ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു. B ആണ് അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റിയും സെയിം ഡയറക്ഷനിൽ വെലോസിറ്റി വെക്ടർ നമ്മൾ വെച്ചു. ഓക്കെ,
ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ദെൻ വെലോസിറ്റിയുടെ ഡയറക്ഷനും സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി വെക്റ്റർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? തീറ്റ 0 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആൻഡ് ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫോഴ്സ് B becomes FB becomes QV cross B എന്ന് നമുക്കറിയാം അല്ലേ? അതായത് QVB sin തീറ്റ. ആൻഡ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ വെലോസിറ്റി വെക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ്. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. സോ QVB sin 0 ദാറ്റ് ഈസ് 0 ആണ് FB വരുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ്, ഇനി നമുക്കിതിൽ തന്നെ കേസ് 2 എന്തായിരുന്നു? ആൻറ്റി പാരലൽ ആകുമ്പോൾ അല്ലേ? ആൻറ്റി പാരലൽ ആകുമ്പോഴുള്ള സിറ്റുവേഷൻ ആയിരുന്നു. സോ ഇവിടെ നമ്മൾ എന്താ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇത് വെലോസിറ്റി വരാം. അതായത് ഇവിടെ തീറ്റ എന്ത് വരും? തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ആൻഡ് FB നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും വരുന്നത്? QVB sin 180 ദാറ്റ് ഈസ് ഓൾസോ ഇസ് ഈക്വൽ ടു 0 അല്ലേ? ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് എൻ്റർ ചെയ്താലും ആൻറ്റി പാരലായിട്ട് എൻ്റർ ചെയ്താലും മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി 0. ഓക്കെ, thus it will not experience any magnetic force, so it will continue the straight line path ആയിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, it will continue straight line path. ക്ലിയർ? ഇനി നമ്മുടെ സെക്കൻഡ് സിറ്റുവേഷൻ നമ്മൾ പറയുകയാണ്. എന്താണ്? ഇപ്പോൾ നമ്മൾ പാരലായിട്ടുള്ളതാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നതാണ് ചാർജ് എൻ്ററിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് വരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിൽ പോവാണ്. ആൻഡ് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും നമ്മുടെ വെലോസിറ്റി വരുന്നത് അല്ലേ? സോ ഹിയർ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ആൻഡ് FB എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? QVB sin 90 ദാറ്റ് ഈസ് sin 90 എന്ന് പറയുന്നത് 1 ആണ്. സോ QVB വിൽ ബി ദി ആൻസർ. ദാറ്റ് ഈസ് മാക്സിമം ഫോഴ്സ് ആയിരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മാക്സിമം ഫോഴ്സ്, ഇറ്റ് എക്സ്പീരിയൻസസ് മാക്സിമം ഫോഴ്സ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിന് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഈസ് അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുമ്പോൾ പാർട്ടിക്കിളിൻ്റെ പാത്തിനും ചേഞ്ച് വരും. ഓക്കെ, ഹിയർ F ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ഇറ്റ് അറ്റൈൻസ് ഇവിടെ എന്തായിരിക്കും? സർക്കുലർ മോഷൻ. ഓക്കെ, ഇവിടെ സർക്കുലർ മോഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ ഈ സർക്കുലർ പാത്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് സർക്കുലർ പാത്ത് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് QVB എന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും. ഇത് നമ്മൾ പറഞ്ഞത് ഈ സർക്കുലർ പാത്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് സർക്കുലർ പാത്ത് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് QVB എന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? F ഈസ് ഈക്വൽ ടു FB. FE എന്ന് പറയുന്നത് എന്താണ്? mv²/r ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് FB എന്ന് പറയുന്നത് എന്താ? QVB അല്ലേ? ഹിയർ M എന്ന് പറയുന്നത് എന്താണ്? എൻറ്റർ ചെയ്യുന്ന ചാർജിൻ്റെ മാസ്സാണ്. ആൻഡ് V എന്ന് പറയുന്നത് എൻറ്റർ ചെയ്യുന്ന ചാർജിൻ്റെ വെലോസിറ്റി. ആൻഡ് ഇവിടുത്തെ R എന്ന് പറയുന്നത് എന്താ? അത് അറ്റൈൻ ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ വിയും ക്യാൻസൽ ചെയ്ത് പോയി. സോ R എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ആ റേഡിയസ് എന്ന് പറയുന്നത് MV ഡിവൈഡഡ് ബൈ QB.
ഓക്കെ, ആൻഡ് ദിസ് ബിക്കെയിംസ് ഇക്വേഷൻ 1. അതായത് നമ്മൾ ഈ ഇക്വേഷൻ എന്താ പറയുന്നത്, ആ ചാർജ്ഡ് പാർട്ടിക്കിൾ അറ്റൈൻ ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ് എന്ത്, എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. ഓക്കെ, ഓൾസോ നമുക്ക് ഇതിൽ നിന്ന് വിയും കണ്ടൂടെ, വി ഈസ് ഈക്വൽ ടു എന്താ വരാം, ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, ആൻഡ് ദിസ് ബിക്കെയിംസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതൊരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നത് നമുക്ക് നോക്കണം. അതപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കാം? വി നോ ദാറ്റ് V is equal to R omega. Okay, and omega is equal to എന്തായിരിക്കും വരാ, V by R. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം ഇക്വേഷൻ നമ്പർ 2 we can write V by R is equal to QB by M എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഈ 2വിനെ 3ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഒമേഗ എന്ന് പറയുന്നത് എന്താ വരാ, വി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു QB by M ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ടൈം പീരീഡ് T is equal to എന്താ വരാ, 2π by ഒമേഗ ആണ്, ദാറ്റ് ഈസ് 2π M by QB അല്ലേ. ഇതിന് ഈ ഒമേഗയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് T is equal to 2π M divided by QB. Okay. From this frequency എന്തായിരിക്കും വരുന്നത്? ഫ്രീക്വൻസി നമുക്കറിയാം എന്താ, മ്യൂസിക്കൽ ടു 1/t ആണെന്ന് അറിയാം. സോ നമുക്കിവിടെ എന്ത് എഴുതാം, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ വരാം, QB by 2π M. Okay, so here frequency is independent of its velocity അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഈസ് എനർജിക്ക് അല്ലെങ്കിൽ ആ വെലോസിറ്റിക്ക് എന്ത് ചേഞ്ച് ഉണ്ടായാലും ഈ പാർട്ടിക്കിളിനൊരു സർക്കുലർ പാത്ത് കറങ്ങാൻ എടുക്കുന്ന ടൈം സെയിം ആയിരിക്കും. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ചാർജ് മാസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ സിറ്റുവേഷൻ. ക്ലിയർ? ഇനി നമ്മളിതിൽ തേർഡ് സിറ്റുവേഷൻ ആണ് പറയുന്നത്. തീറ്റ മേക്സ് ആൻ ആംഗിൾ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലറും അല്ല പാരലും അല്ലാതെ ഒരു ആംഗിൾ മേക്ക് ചെയ്ത് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് നോക്കി, പിന്നെ പാരലൽ ആയിട്ടുള്ളത് നോക്കി. ഇനി നമ്മൾ എന്ത് നോക്കാൻ പോകണം, പെർപെൻഡിക്കുലറും അല്ല പാരലും അല്ല ഒരു ആംഗിളും അത് മേക്ക് ചെയ്യാണ്. ഓക്കെ, സോ എന്താണ്, ചാർജ് എൻറ്ററിങ് by making an angle theta with magnetic field. Okay, so here നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഇതാ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും വി ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ തീറ്റ നമ്മൾ അത് മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് നമുക്കറിയാം വെലോസിറ്റി ഒരു വെക്ടറാണ്. സോ വി ക്യാൻ റിസോൾവ് ഈ ഒരു വെലോസിറ്റിനെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അതായത് ഇതാ ഞാൻ ഇതിനെ ഇത് ബിയുടെ ഡയറക്ഷൻ ആൻഡ് വിയുടെ ഡയറക്ഷൻ അല്ലേ. സോ ഞാൻ ഇതിനെ ഇങ്ങനൊരു കമ്പോണൻ്റ് ആക്കിയിട്ടും ദാറ്റ് ഈസ് ഇങ്ങനൊരു കമ്പോണൻറ്റും ഇങ്ങനൊരു കമ്പോണൻറ്റ് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നു. ഇങ്ങനെ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇത് വി പാരലാണ്, അതായത് വി കോസ് തീറ്റ ആയിരിക്കും അല്ലേ വരാം. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താ, വി പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് അതെന്തായിരിക്കും വരാം, വി സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലാവും പെർപെൻഡിക്കുലറായും ഓരോ കമ്പോണൻസ്. ഓക്കെ, സോ വി നോ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഫോളോസ് സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ആൻഡ് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണെങ്കിൽ സർക്കുലർ പാത്തും ഉണ്ടാവും അല്ലേ. സോ ഇവിടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും വരിക, ഒരു ഹെലിക്സ് ഷേപ്പായിരിക്കും വരിക. അതായത് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പായിരിക്കും വരുന്നത്. ഇവിടെ കമ്പൈൻഡ് മോഷനിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ഹെലിക്സ് ഷേപ്പായിരിക്കും വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പാരലൽ കമ്പോണൻ്റ് ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ പാത്തും
പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് സർക്കുലർ പാത്ത് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ഷേപ്പ് ആയിരിക്കും? ഒരു ഹെലിക്സ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. ഇനി ഇവിടെ ഓക്കെ, ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇവിടെ കറങ്ങി എത്തി. അപ്പോൾ ഇവിടെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും ഇത് കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ നെക്സ്റ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ഓരോരോ റൊട്ടേഷൻ ചെയ്യാണ് അല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെ എത്തുമ്പോഴാണ് ഒരു റൊട്ടേഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നത് അല്ലേ. ആ സമയം കൊണ്ട് അത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. എത്ര ദൂരം? d എന്ന് പറയുന്നൊരു ദൂരം അത് ട്രാവൽ ചെയ്തു. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് പിച്ച്. പിച്ച് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ ഒരു റൊട്ടേഷൻ എത്ര ദൂരം ട്രാവൽ ചെയ്തു ആ ഒരു ദൂരമാണ് എന്ത്? പിച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് traveled in the direction of magnetic field during one rotation. Okay, so എന്താണ് പിച്ച് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് in the direction of magnetic field during one rotation is known as pitch. അപ്പോൾ ഒരു റൊട്ടേഷനിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ആ ചാർജ് ട്രാവൽ ചെയ്തോ അതാണ് അതിൻ്റെ പിച്ച്. അതായത് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ അത് ഒരു വൺ റൊട്ടേഷനിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ അതാണ് അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രം ദിസ് വി നോ ദാറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് അല്ലേ. വെലോസിറ്റി ഇൻറ്റു ടൈം. സോ പിച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിച്ച് d ഈസ് ഈക്വൽ ടു v പാരലൽ ഇൻറ്റു t. v പാരലൽ ആവുമ്പോൾ ഉള്ളത് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായത്? v cos തീറ്റ അല്ലേ at into t. So d is equal to v t cos theta. Okay, clear അല്ലേ? സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മളൊരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഡയറക്ഷൻ പ്രോപ്പർട്ടീസും എല്ലാം പറഞ്ഞു. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.